മൂന്നാമതായി അദ്ദേഹം പറയുന്നു ജവാസു മുറാജഅത്തിൽ ആലിമി ഫീമാ യഖൂൽ. ഒരു പണ്ഡിതൻ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് അനുവാദമുണ്ട്? ആവശ്യമുണ്ട് എങ്കിൽ അയാൾക്ക് ആ പറഞ്ഞതിൽ ഒരു തിരുത്തലൊക്കെ നടത്താം, ഒരു പുനരാലോചന ആ പറഞ്ഞതിൽ നടത്താം. അല്ല പണ്ട് അങ്ങനെ പറഞ്ഞു ഇനി മാറ്റാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇരിക്കരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ സ്വഹാബികൾ അവരുടെ അവസ്ഥ വിശദീകരിച്ചപ്പോൾ ഇരുന്നേ മതിയാകൂ, വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇരിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യമുണ്ട് എങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പക്ഷെ അത്തരം സമയത്ത് അദ്ദേഹം പറയുന്നു എന്ത് ചെയ്യണം? ആ വിഷയം കാരണങ്ങൾ അത് പറയണം. കാരണം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്ന കാരണങ്ങൾക്ക് അത് പറയേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പറയുന്നു മുറാഅത്തുൽ അഹ്വാൽ, അവസ്ഥകൾ പരിഗണിക്കുക എന്നുള്ളത്. അല്ല ആദ്യം വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? ഇന്നാൾ ഇരുന്നോളൂ എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ ആവശ്യം അവിടെ പരിഗണിക്കുകയാണ്. പൊതുവായിട്ടൊരു ഹുക്മ പറഞ്ഞപ്പോഴും ഒരു നിയമം പറഞ്ഞപ്പോഴും ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? അതിന് ദീനിന്റെ മറ്റ് മാർഗങ്ങളുണ്ട് എങ്കിൽ അതിനുള്ള ഇളവുകൾ അത് കൊടുക്കുകയാണ്. എന്ന് ഇബ്നു സൈം റഹിമഹുല്ലാ പറയാണ് ഫമസലൻ ഇദാ ഖുൽത ഹാദാ ഹറാം, നീ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞു, ഒരു കാലത്ത് നീ ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പറഞ്ഞു. സുമ്മ റഅയ്ത അന്ന മിനൽ മസ്ലഹതി ഔ മിനൽ ദറൂറതി അൻ തുഹില്ലഹു ലിഹാദാ ശഖ്സ് ഫീ നിതാഖ് ശരീഅ ഫലാ ബഅസ് ഹല്ലിൽഹു വലൗ കുൻത ഖദ് ഹറംതഹു ഖബ്ലൻ. പിന്നീട് നീ മനസ്സിലാക്കുകയാണ് കൂടുതൽ മസ്ലഹത്ത് അല്ലെങ്കിൽ ഒരു ദറൂറത്ത് ഒരു വിഷയം ഒരാൾക്കുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നിനക്ക് ആ നേരത്തെ ഹറാമാണെന്ന് പറഞ്ഞ കാര്യം എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഹലാലാണെന്ന് പറയാൻ പറ്റും. വലൗ കുൻത ഖദ് ഹറംതഹു ഖബ്ല, നീ മുമ്പ് അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ആളാണെങ്കിലും ശരി, വേറെ പ്രത്യേകമായൊരു മസ്ലഹത്ത് അല്ലെങ്കിൽ ഒരു ദറൂറത്ത് ഉണ്ട് എന്നതിൽ കാണുകയാണ് എങ്കിൽ ശരീഅത്തിന്റെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പ് പറഞ്ഞൊരു അഭിപ്രായം തിരുത്തി, മുമ്പ് ഹറാം എന്ന് പറഞ്ഞത് തിരുത്തി ഹലാലാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുകയാണ്. ഹറാം ഹലാലാവൂല, അത് സാഹചര്യങ്ങൾ വരുമ്പോൾ, ദറൂറത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ചില ഹറാമുകൾ എന്ത് ചെയ്യും? അത് ഹലാലാവുകയാണ്. അല്ല, എപ്പോഴും ഒരു വിധിയല്ല. ഹറാമിന് ചില സാഹചര്യങ്ങളിൽ ദറൂറത്തിന് എന്ത് ചെയ്യും? നമുക്ക് അനുവദിക്കപ്പെടും. ഇൻഷുറൻസിന്റെ വിധി എന്താണ്? ഇൻഷുറൻസിന്റെ വിധി എന്താണ്? ദീനുൽ ഇസ്ലാമില് ഹറാമാണ്, സംശയമില്ലല്ലോ. ഇൻഷുറൻസിന്റെ വിധി ഹറാമാണ്. പക്ഷേ നമുക്കിവിടെ വാഹനങ്ങൾ നമ്മളെല്ലാവരും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ദറൂറത്താണ്. കാരണം നമുക്ക് നമ്മളെ നാട് നമ്മൾ ആ രൂപത്തിലേക്ക് കുടുക്കിയിരിക്കുകയാണ്. നമുക്ക് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വലിയ അപകടം, എന്തെങ്കിലുമൊക്കെ തട്ടലോ മുട്ടലോ നടത്തിയാൽ നമ്മൾ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരുന്ന നമ്മുടെ വലിയ സാമ്പത്തികമായ വലിയ നഷ്ടവും അതുപോലെ തന്നെ ചിലപ്പോൾ അഭിമാനവും ജയിൽവാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അവിടെ ദറൂറത്തുള്ള സാഹചര്യത്തിൽ എന്താക്കുകയാണ്? അത് ഹലാലാവുകയാണ്. എന്നാൽ മെഡിക്കൽ ഇൻഷുറൻസ് നിലവിൽ നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരാരും അത് അനുവാദമുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ പണ്ഡിതന്മാരുടെ തന്നെ ഫത്വ കാണാൻ സാധിക്കും. ഒരു നാട്ടിൽ അയാൾക്ക് വേറൊരു വഴിയില്ല, വലിയ ബാധ്യതകളാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈൽ ഹഫിളഹുല്ലാഹ് ഒക്കെ പറഞ്ഞത് കാണാൻ, അയാൾക്ക് വലിയ ബാധ്യത ഉണ്ടാകാണ്. സാധാരണ ചെലവുകൾ അനുസരിച്ച് ആ നാട്ടിൽ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റൂല. ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ, മെഡിക്കൽ ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ അയാൾക്ക് ആ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റൂ. അല്ലെങ്കിൽ രാജ്യം അയാളെ നിർബന്ധിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ഇന്ത്യൻ ഗവൺമെന്റ് നിർബന്ധിക്കുകയാണ്, ഇവിടെ എല്ലാ ഹോസ്പിറ്റലും അവിടെ നമുക്ക് ഇൻഷുറൻസ് കാർഡ് കൊണ്ടുപോയാൽ ചികിത്സിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹറാമാണ്. ഇൻഷുറൻസ് നേരത്തെ ഹറാമാണ്. ഞാനിനി എന്ത് ചെയ്യൂല, എടുക്കൂല, ഞാൻ ചികിത്സിക്കൂല, ഓപ്പറേഷൻ ഇല്ല, ഞാൻ വീട്ടിലിരിക്കും എന്ന് പറയോ? അപ്പം നമ്മൾ ഹറാം ഹലാലായി. എപ്പോഴാണ്? അത്തരത്തിലുള്ള ദറൂറത്തുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? അത് ഹലാലാകാണ്. അതുപോലെ നമുക്ക് സമാനമായ മഹാന്മാരായ പണ്ഡിതന്മാർ അത്തരം അഭിപ്രായങ്ങൾ സ്വീകരിച്ചത് കാണാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫി പാടില്ല, അത് ആവശ്യമേ ഇല്ല എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൽ വലിയ മസ്ലഹത്തുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് തൗഹീദും സുന്നത്തും ഒക്കെ എത്താൻ ഇതൊരു മാധ്യമമായി മാറുന്നുണ്ട്. ഞാൻ നേരത്തെ ഇത് ഹറാമായി കണ്ടതാണ്. എന്നാൽ നമ്മളൊക്കെയും നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന്, അതായത് മസ്ലഹത്തു നഫ്സിന് നമ്മൾ ഈ ഹറാമായ കാര്യം ഉപയോഗിക്കാറുണ്ട് അല്ലെ? എല്ലാവരും പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കാറുണ്ട്. എന്നാ പിന്നെ ഇത് ഹറാമാണെങ്കിൽ വീട്ടിലിരിക്കണം, നിങ്ങൾ എവിടെയും യാത്ര ചെയ്യരുത്. നിങ്ങൾ ID കാർഡ് ഉണ്ടാക്കാറുണ്ട്, ഇപ്പൊ ആധാർ കാർഡ് ഉണ്ടാക്കാറുണ്ട്. എന്തിനധികം ഒരു സിം എടുക്കണമെങ്കിൽ പോലും നമ്മൾ ഫോട്ടോ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ സ്വന്തം ബെനിഫിറ്റാണ്. അപ്പൊ സ്വന്തം ബെനിഫിറ്റിന് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും മസ്ലഹത്ത് കൊടുക്കേണ്ടത് മസ്ലഹത്തുൻ ആമ്മ,
അതായത് പൊതുവായിട്ടുണ്ടാകുന്ന ഉപകാരത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ആ ദലീലുകളൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അത്തരം ദഅവ ആവശ്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉപയോഗിക്കുന്നത് എന്തില്ല, തെറ്റില്ല. ഇത്തരം അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാത്ത ചില ആളുകൾ പറയും, കണ്ടില്ല ഇവർ നേരത്തെ ഇത് ഹറാമാക്കിയിരിക്കുന്നു, ഇപ്പോഴിതാ ഇത് ഹലാലാക്കിയിരിക്കുകയാണ്. അല്ല, ഇത് പണ്ഡിതന്മാർ ചെയ്ത അഹ്ലുസുന്നത്തിന്റെ ഖായിദകളോട് യോജിക്കുന്ന, അടിസ്ഥാനങ്ങളോട് യോജിക്കുന്ന, ഓരോരുത്തരും അവരുടെ ജീവിതത്തിലും പുലർത്തിപ്പോരുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങനെ പറഞ്ഞുപോയി എന്നുള്ള നിലക്ക് ആരും അതിൽ തിരുത്താതിരിക്കേണ്ടതില്ല. പക്ഷെ നമ്മളിപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യമില്ല, അത് തെറ്റന്നെയാണ്. ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ശരിയാണ്, നമ്മൾ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാം, അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ചിലരെങ്കിലും അത് ഞാൻ കുറേ സംഘടനക്കാരോടൊക്കെ സംസാരിച്ചു പോയി, അവരോടൊക്കെ അങ്ങനെ പറഞ്ഞു പോയി, ഇനിയിപ്പോൾ ഞാൻ തുടങ്ങിയാൽ അവരെന്നെ പരിഹസിക്കും, കളിയാക്കും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ദീനിൻ്റെ ഒരു നിയമം അത് നമ്മൾ ഉൾക്കൊള്ളാതിരിക്കേണ്ട ആവശ്യമില്ല. ദീനിൻ്റെ ഒരു നിയമം ഉൾക്കൊള്ളാതിരിക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അവരുടെ ഫത്വകളിൽ മുറാജഅത്ത് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ അറിവൊന്നുമില്ലാത്ത സാധുക്കളായ ആളുകൾക്കൊക്കെ നമുക്ക് പലപ്പോഴും പല മുറാജഅത്ത് നടത്തേണ്ടി വരും. അത് വിവരമുള്ളവർ അത് അംഗീകരിക്കും. വിവരമില്ലാത്ത ആളുകൾ അതിൻ്റെ പിന്നിൽ പോയി പരിഹസിക്കുകയും ഇവരെ അഭിപ്രായങ്ങൾ മാറ്റുകയൊക്കെ ചെയ്യും. വേറെ ചില തെളിവുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരാൾ ഫിത്നയിൽപ്പെട്ടതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അയാൾ ഇന്നലെ ഹലാൽ എന്ന് പറഞ്ഞ കാര്യം ഇന്നലെ ഹറാം എന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഹലാലാക്കി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ വിവരദോഷികൾ ഇതേ ഫത്വ എടുത്തിട്ട് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ വിഷയത്തിൽ പോയാൽ അദ്ദേഹം ഫിത്നയിൽപ്പെട്ടിട്ടാണ് മരിച്ചതെന്ന് പറയേണ്ടി വരും, നഊദു ബില്ലാഹ്. അല്ലെങ്കിൽ ഇന്നത്തെ കിബാറുകൾ ഉലമാക്കളിൽപ്പെട്ട ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫിളല്ലാഹ്, അദ്ദേഹം നേരത്തെ വീഡിയോ അനുവദിക്കുമായിരുന്നില്ല, അദ്ദേഹത്തെ വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും വിമർശിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് വീഡിയോ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഈ അസർ എടുത്തു കൊണ്ടുപോയിട്ട് ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഇതാ ഫിത്നയിൽപ്പെട്ടിരിക്കുന്നു എന്നൊരുത്തൻ പറഞ്ഞാൽ നമ്മൾ പറയും ഇവൻ ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. അതുകൊണ്ട് കൃത്യമായി പണ്ഡിതന്മാരോട് പരിശോധിക്കാതെ ഇത്തരത്തിൽ അസറുകളും സലഫുകളുടെ കൗലുകളൊക്കെ എടുത്തിട്ട് അത് പോസ്റ്ററുകളൊക്കെ ആക്കിയിട്ട് 4 ഭാഗം ഷെയർ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം. കാരണം ഇത്തരം അസറുകൾ പലപ്പോഴും സാധുക്കളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ഉപയോഗപ്പെടുത്താറുണ്ട്. കണ്ടില്ലേ, ഇവർ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, ഇവരിന്ന് മാറി, ഇപ്പൊ ഇവൻ ഫിത്തനയിൽപ്പെട്ടു എന്ന് പറയും. കാരണം സലഫുകളുടെ കൗലാണ്. സലഫുകളുടെ കൗല് ഫഹ്മ് വളരെ നിർബന്ധമായ കാര്യമാണ്. ഖവാരിജുകൾ അങ്ങനെയാണ് പഴിച്ചു പോയിട്ടുള്ളത്. ഷെയ്ഖ് സാലിഹ് സുഹൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ഖവാരിജുകൾ പഴിച്ചു പോയിട്ടുള്ള ഖുർആനും ഹദീസും എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഉദ്ദേശിക്കാത്ത മുറാദുകൾ പറയും. അല്ലെ, കാര്യം ഹക്കാണ്, പക്ഷേ അത് ഉദ്ദേശിക്കപ്പെട്ടത് ബാത്തിലാണ്. അദ്ദേഹം പറയാണ്, സാലിഹ് സുഹൈം ഹഫിളഹുല്ലാഹ്, ഈ കാലഘട്ടത്തിൽ സലഫികൾക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഗുലൂവിലേക്ക് പോയ, പരിധി വിട്ടുപോയ ആളുകൾ വിമർശിക്കവേ അദ്ദേഹം പറയാണ്, ഇന്ന് ചില ആളുകൾ ഇതുപോലെയുള്ള സലഫുകളുടെ കൗലുകളും മറ്റും എടുത്തുകൊണ്ടുവരും. എന്നിട്ട് സലഫുകളുടെ കൗലിന് ആദ്യം അവർ പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടാവുകയില്ല, അതിനപ്പുറത്ത് വേറൊരു കൗലുണ്ടാകും. ഈ 2 കൗലുകളും മനസ്സിലാക്കിയിട്ടാണ് സലഫുകളുടെ പൊതുവായ അഭിപ്രായത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗലെടുത്തിട്ടല്ല, അതുപോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നത് മനസ്സിലാക്കിയാൽ തന്നെയും അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ സാധാരണക്കാരായ ആളുകൾ അതെടുത്ത് അങ്ങനെ വിശദീകരിക്കലല്ല, അവന് തോന്നിയതുപോലെ അത് അമലാക്കലല്ല. അതൊക്കെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാന്ദർഭികമായി ഉണർത്തിയതാണ്. നല്ലൊരു ചോദ്യമാണ്, ഹലാൽ എങ്ങനെ ഹറാമാകുമെന്നുള്ളത്. ഇല്ല, ഹലാല് തന്നെയാണ്, ഹറാമ് തന്നെയാണ്. അതിൻ്റെതായ ലറൂറത്തുകളും അതിൻ്റെതായ മസ്ലഹത്തുകളൊക്കെ വരുന്ന സമയത്താണ് അത് വരുന്നുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരും സ്വന്തമായി അങ്ങനെ തീരുമാനിക്കലല്ല, അത് മഹാന്മാരായ പണ്ഡിതന്മാരോട് ചോദിച്ച് ഉറപ്പുവരുത്തി. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അഹ്ലു ദിക്റിനോട്, ആ വിഷയത്തിൽ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. അല്ലെങ്കിൽ ഇതൊരു ഫൗളയായി തീരും. ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ഞാൻ എന്നത് ഹലാലാക്കാണ്, അത് അനുവദനീയമല്ല. നാളെ പന്നിമാംസം ഹലാലാവോ? ഇല്ല. പന്നിമാംസം ഇലാ യൗമിൽ ഖിയാമ ഹറാമാണ്. പക്ഷെ ഒരു മുൽത്തറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിൽ, ആ ആവശ്യത്തിൽ അത് ഹലാലാകും. അതുപോലെ തന്നെ ഉള്ളൂ. അതല്ലാതെ ഇന്നലെ അങ്ങനെ പറഞ്ഞാൽ ചില ആൾ പറയാം, ഇത് നോക്കിയാൽ ഇപ്പം നാളെ ഇവർക്ക് അതും ഹലാലായിരിക്കും, മറ്റന്നാളെ ഇവർക്ക്, അങ്ങനെയൊന്നുമില്ല. നഊദു ബില്ലാഹ്. അത് വിവരമില്ലാതെ സംസാരിക്കുന്ന ആളുകളുടെ വർത്താനങ്ങളാണ്. അത് പണ്ഡിതന്മാരോടോ അല്ലെങ്കിൽ അതുപോലെ ഇൽമുള്ള ആളുകളോട് ചോദിക്കാതെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയരുത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്.